Hi children, how are you? Today we discuss about the female reproductive system. Which one is more complicated, male reproductive system or female reproductive system? In male reproductive system, the function is to produce sperms. Sperm production ആണ് male reproductive systemത്തിന്റെ പ്രധാന function. And one more function, that is the insemination. That the transfer of sperm into the female genital tract. അത് ആ രണ്ട് വർക്ക് കഴിഞ്ഞ റീപ്രൊഡക്ഷൻ എന്ന പ്രക്രിയയിൽ മെയിലിൻ്റെ റോള് അവസാനിക്കുകയാണ്. അതുകൊണ്ട് മെയിൽ നീഡ് ഓൺലി ടു പ്രൊഡ്യൂസ് sperms and in them a hormone is also present. എന്താ അതിൻ്റെ പേര്? ടെസ്റ്റോസ്റ്റിറോൺ. That secretion of testosterone is a steady pattern. അപ്പോൾ ഈ രണ്ട് കാര്യവും വളരെ ഡയറക്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു ഹോർമോൺ സെക്രീഷനും പ്രൊഡക്ഷൻ ഓഫ് സ്പേമും. അപ്പോൾ അത്രയേ ഉള്ളൂ മെയിലിലെ റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഈവൻറ്റ്. എന്ന ഫീമെയിൽ ഹാവ് ടു ഡു മെനി ഫങ്ഷൻസ്. വിച്ച് ഓൾ ഫങ്ഷൻ? ഓവുലേഷൻ. കണ്ടോ, മെയിലില് സ്പേം പ്രൊഡക്ഷൻ നടന്ന പോലെ ഇവിടെ എന്ത് നടക്കും? ഓവം പ്രൊഡക്ഷൻ നടക്കും. അതുകൊണ്ട് മാത്രമായോ? That ovum fertilize with the sperm. That is fertilization. ഇനി ഫെർട്ടിലൈസ്ഡ് ഓവം എന്ത് ചെയ്യണം? ഇംപ്ലാന്റ് ചെയ്ത് പ്രഗ്നൻസി കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഫീമെയിലിന് ആ ഒരു റോള് കൂടി ഉണ്ട്. ആൻഡ് ഫൈനലി ദാറ്റ് fully developed fetus pass out through a process called parturition. അപ്പോൾ ഈ ചൈൽഡ് ബേർത്ത് എന്ന ഒരു ഈവന്റ് നടത്തണം. ആൻഡ് ഫൈനലി ലാക്ടേഷൻ, അമ്മ കുഞ്ഞിന് പാല് കൊടുക്കണം. അപ്പം മെമ്മറി ഗ്ലാൻഡിൽ നിന്ന് മിൽക്ക് സെക്രീറ്റ് ചെയ്ത് ആ പാല് ലാക്ടേഷൻ നടത്തണം. അപ്പോൾ വളരെ കുറേ ഫങ്ഷൻസ് ഫീമെയിൽ നടത്താനുണ്ട്. അതുകൊണ്ട് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ്സ് ഓഫ് ദ പാർട്സ് വിച്ച് ആർ മോർ കോംപ്ലിക്കേറ്റഡ്. പിന്നെ അതിന് പുറമേയും ഫീമെയിലിൽ രണ്ട് ടൈപ്പ് ഹോർമോൺസ് ഉണ്ട്, ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. അത് വളരെ കോംപ്ലിക്കേറ്റഡ് പാറ്റേൺ ആണ് അതിൻ്റെ ഫങ്ഷനൊക്കെ. ആസ് വെൽ ആസ് ദേ ഷോ എ സൈക്ലിക് പാറ്റേൺ. അതിൻ്റെ പ്രോസസ്സിങ് ഒരു സൈക്ലിക് ആണ്. അത് നമുക്ക് പിന്നീട് പഠിക്കാം. ഇനി പൊസിഷൻ ഓഫ് റീപ്രൊഡക്റ്റീവ് പാർട്സ് എവിടെയാണ് കാണുക? The position, it is present in lower abdomen. That is in the pelvis. What is pelvis? Pelvis is some bones, hip bones. ആ ഹിപ്പ് ബോണിൻ്റെ ഉള്ളിലായിട്ടാണ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ സൂക്ഷിച്ചേക്കുന്നത്. ഇൻ ദ ലോവർ അബ്ഡമൻ, ഇൻ ദ പെൽവിസ്. നോക്കൂ, ദ ബോൺ പാറ്റേൺ. ഈ ബോൺ പാറ്റേൺ ദ ഹിപ്പ് ബോൺസ് വൈഡർ ആണ്. മറ്റേ മെയിലിനെയും കൂടി വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഈസ് മോർ വൈഡർ. എന്തിനാണ്? ഇത്രയും പ്രധാനപ്പെട്ട ഈ അവയവം, ഏതവയവം? ദാറ്റ് ദ യൂട്രസ്. നമ്മൾ വളർന്നു വന്നത് അമ്മയുടെ ഈ ഗർഭപാത്രത്തിൽ ഇരുന്നിട്ടാണ് അല്ലേ? അപ്പോൾ ഈ യൂട്രസിനെ കെയർ ചെയ്യാൻ, അതുമായി ബന്ധപ്പെട്ട അസോസിയേറ്റഡ് ഓർഗൻസിനെയൊക്കെ കെയർ ചെയ്യാനായിട്ട് വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു കേജ്, റിംഗ് കേജ് അല്ലേ, ഒരു റിംഗ് ബോൺ സ്ട്രക്ചറിലാണ് ആരെ കാണുക? ഈ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പ്രധാന പാർട്സിനെയൊക്കെ കാണുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് പാർട്സ് നോക്കാം. വിച്ച് ആർ ദ പാർട്സ് ദ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ്സ് ഓഫ്? ഏതാണ്? ഇത് പ്രധാന അവയവം ഓവറിയാണ്. ഓവറി പ്രൊഡ്യൂസ് ഓവം. ദാറ്റ് ഓവറി, ദേ ആർ പെയേഴ്സ് ഓഫ് ഓവറീസ് പ്രസന്റ്. പിന്നെ ചേർന്ന് വരുന്നത് ഇറ്റ് ഈസ് ദ പ്രൈമറി ഓർഗൻ. മെയിലിൻ്റെ ടെസ്റ്റിസ് നമ്മളത് പറഞ്ഞു പുറത്താണ്, ശരീരത്തിൻ്റെ പുറത്താണ് കണ്ടത് പറഞ്ഞു. ഇവിടെ അത് ശരീരത്തിൻ്റെ വളരെ അകത്താണ് കാണുന്നത്. എങ്ങനെ? കേജിലൊക്കെയാണ് അല്ലേ, ചുറ്റിനുള്ളൊരു ബോണി, ഒരു പ്രൊട്ടക്റ്റീവ് പോർഷനിലാണ് അതിനെ കണ്ടത് എന്നൊക്കെ പറഞ്ഞു. ദാറ്റ് ഓവറി പ്രൊഡ്യൂസ് ഓവം. ഇനി ഈ ഓവം കടന്നു വരുന്ന കുറച്ച് വഴികളാണ് ഡക്റ്റ് സിസ്റ്റം. അപ്പം നമ്മൾ ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സാക്കിലേക്ക് സ്ട്രക്ചർ, യൂട്രസ്. ആ യൂട്രസ് ഓപ്പൺ ചെയ്യുന്ന ഒരു ഓപ്പണിങ്, സെർവിക്സ്, ആൻഡ് ഓപ്പൺ ഇൻ ടു എ ട്യൂബ് ഇൻ ഇലാസ്റ്റിക് മസ്കുലർ ട്യൂബ്, വെജൈന. വെജൈന ഓപ്പൺസ് ഔട്ട് and the external opening.
ഇത് ഒരു എന്താണ് ഒരു റിയൽ സ്പെസിമെൻ പോലെ ഒരു ഫിഗറാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഓവറി പെയർ ഓഫ് ഓവറീസ് കാണാം, the uterus കാണാം, and there is a connection is present, but the ovary is not connected into the uterus, it is just attached to the uterus. This area is the mesoovarium. ഒരു ലിഗമെന്റ് വെച്ചിട്ടാണ് ഇത് കണക്ട് ചെയ്തേക്കുന്നത്. ഇതിനോട് മാത്രമല്ല, ഇറ്റ് ഈസ് പ്രസന്റ് അറ്റാച്ച് ടു ദ പെരിറ്റോണിയം, ഈ പെൽവിക് ബോഡി വാളിനോടും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇതിനോട് പെരിഫറൽ റീജിയനിലായിട്ട് ഇങ്ങനെ കാണുന്നത് ഫെലോപ്പിയൻ ട്യൂബാണ്. ഇത് ഇപ്പം നമുക്ക് കണ്ടറിയാം, ഈ ഓവറിയും യൂട്രസും ഈ ഫെലോപ്പിയൻ ട്യൂബൊക്കെ എന്തോ ഒരു മെമ്പറൈനസ് സ്ട്രക്ചർ കൊണ്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലെല്ലാം അങ്ങനെയാണ്, എല്ലാ അവയവങ്ങളും തമ്മിലൊരു മെമ്പറൈനസ് സ്ട്രക്ചർ കൊണ്ട് ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അതർവൈസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങുമ്പോൾ കുറേ ഈ പറഞ്ഞ ഓരോരോ പാർട്ട് വേറെ വേറെ കിടക്കണമെങ്കിൽ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങില്ലേ, അപ്പം തമ്മിൽ ഒരസില്ലേ. അപ്പം അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഇങ്ങനെ ഒരു മെമ്പറൈനസ് സ്ട്രക്ചർ കൊണ്ട് അതൊക്കെ തമ്മിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഇടയിൽ കാണുന്ന ആ ഭാഗം. ഇനി നമുക്ക് സെക്ഷണൽ വ്യൂ ഓഫ് ഓവറി നോക്കാം. ഓവറി ഒരു പെയേഴ്സ് ഓഫ് ഓവറി പ്രസന്റ്, and that ovary is located on each side of lower abdomen, and its size is 2 to 4 centimeter in length, and it is connected to uterus by ligaments എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. Here we structure of ovary, it is covered by a thin covering. It is covered by a thin covering. A thin covering അതെവിടെ കണ്ടോ, ഒരു നേരിയ വര പോലെ കാണാം. ദാറ്റ് തിൻ കവറിങ് ഈസ് ദ ക്യൂബോയിഡൽ എപ്പിത്തീലിയം. ഇൻസൈഡ് ദ ക്യൂബോയിഡൽ എപ്പിത്തീലിയം they represent the connective tissue capsule. The full connective tissue capsule is called stroma, and stroma is divided into two sections, outer cortex and inner medulla. This outer cortex consists of many follicular cells. These are the different follicular cells which shows different stages. ഇപ്പോൾ ഫോളിക്കുലാർ സെൽസ് കാണുന്ന ആ പുറം ഭാഗത്തിൻ്റെ പേരാണ് കോർട്ടെക്സ്. ഇന്നർ പോർഷൻ ഈസ് ദ മെഡുല. മെഡുലയിൽ നമുക്ക് എന്ത് കാണാം, ബ്ലഡ് വെസൽസ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. അത് ഒന്നുകൂടി വ്യക്തമാവുന്ന ഒരു ഫിഗറാണ്. ഇതിൻ്റെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണ്. അപ്പോൾ നമുക്കിവിടെ കാണാം, ഈ ഹൈലം എന്ന് പറയുന്നത് ആ മീസോവേറിയം വന്ന് കണക്ട് ചെയ്യുന്ന ഭാഗമാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് ബ്ലഡ് വെസൽസും ന്യൂറോൺസും ഇതിനകത്തേക്ക് ഈ ഓവറിയുടെ ഉള്ളിലേക്ക് കടക്കണം. അപ്പോൾ ഏറ്റവും ഉള്ളിലുള്ള ഈ ഭാഗത്തിൻ്റെ പേരാണ് മെഡുല. പുറമെ കാണുന്ന റീജിയൻ ആണ് കോർട്ടെക്സ്. ആ കോർട്ടെക്സിലാണ് കുറേ ഫോളിക്കുലാർ സെൽസ് ഒക്കെ കാണുക. ആൻഡ് ഇറ്റ് ഈസ് കവേർഡ് ബൈ എ തിൻ ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ ലെയർ. അത് തന്നെ നമുക്ക് ഇവിടെയും കാണാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് ദ ലാറ്ററൽ വ്യൂ. ഇനി വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ഓവം? ഓവത്തിന് രണ്ട് പണിയാനുള്ളത്. ഇറ്റ് പ്രൊഡ്യൂസ് ഫങ്ഷൻ ഓഫ് ഓവറി. അതിൻ്റെ ഫങ്ഷൻ ഓവം പ്രൊഡ്യൂസ് ചെയ്യാണ്. ദിസ് ഈസ് ദ ഓവം. ഉണ്ടാകുന്ന ആ ഓവറിൽ നിന്ന് ഓവം പ്രൊഡ്യൂസ് ചെയ്യണോടൊപ്പം ഓവം ഈസ് എ സിംഗിൾ സെൽ, ഒരു സെല്ലാണ്. ഇറ്റ് പ്രൊഡ്യൂസ് സം ഹോർമോൺസ്. ഏതൊക്കെയാ ഹോർമോൺ? ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. അപ്പോൾ രണ്ട് തരം ഫങ്ഷൻ, അതായത് ഒരു സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫങ്ഷനും ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫങ്ഷനും ആര് ചെയ്യും? ഓവറി ചെയ്യുന്നുണ്ട്. ഇനി ഈ ഓവറി നമുക്ക് കാണാം, ഓവറിയിൽ എന്താണ്, ഇറ്റ് പ്രൊഡ്യൂസ് ദ ഓവം. ഈ ഓവം ഈസ് released by a process called ovulation, and it is received by a duct. This is the duct, which is that one fallopian tube. ഇതിൻ്റെ അറ്റം നമുക്ക് നോക്കിയാൽ കണ്ടില്ലേ, ഇങ്ങനെ കുറേ ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ്, വായോ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക, ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ്. അതിൻ്റെ പേര് ഫിംബ്രിയെ എന്നാണ്. ആ ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ് വെച്ചിട്ടാണ് ഇറ്റ് കളക്ട് ദ ഓവം ഇൻ ടു ദിസ് വൈഡർ റീജിയൻ, ദിസ് പാർട്ട്. അപ്പോൾ ദാറ്റ് ഈസ് ദ ഫെലോപ്പിയൻ ട്യൂബ്. നമുക്കറിയാം ഈ ഫെലോപ്പിയൻ ട്യൂബ് വന്നിട്ട് ഇറ്റ് ഓപ്പൺസ് ഇൻ ടു ദി യൂട്രസ്. ഇതെവിടെ ഒന്നുകൂടി ശ്രദ്ധിക്കണം, ഇത് ഓവറി, ഇവിടെ ഒരു അറ്റാച്ച്മെന്റ് കാണാം. നമ്മൾ നേരത്തെ മീസോവേറിയം എന്നൊക്കെ പറഞ്ഞ അറ്റാച്ച്മെന്റ്. പക്ഷേ ഇത് ഇതിനകത്തേക്ക് തുറക്കുന്നില്ല. ഇറ്റ് ഈസ്
only to the peripheral region. എന്നാൽ ഈ ഫെലോപ്പിയൻ ട്യൂബ് വന്നിട്ട് ഇറ്റ് ഓപ്പൺസ് ഇൻ ടു ദ യൂട്രസ്. അപ്പോൾ നമുക്ക് ഈ ഫെലോപ്പിയൻ ട്യൂബിന്റെ ഭാഗങ്ങളെ കുറച്ചും കൂടി ഒന്ന് നോക്കി നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. ദാറ്റ് ഫെലോപ്പിയൻ ട്യൂബിന്റെ പോർഷൻസ് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഫെലോപ്പിയൻ ട്യൂബിന്റെ പോർഷനിൽ ഈ ഫിംഗറിലേക്ക് പ്രൊജക്ഷന്റെ പേരെന്താ പറഞ്ഞത് നമ്മൾ? ഫിംബ്രിയേ. ഫിംബ്രിയേ എന്നാണ് ഫിംഗറിലേക്ക് പ്രൊജക്ഷൻ. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ഓവം എത്തുന്ന റീജിയൻ ആണിത്. കണ്ടില്ലേ, കുറച്ച് വീതിയേറിയ ഭാഗമാണ്. ദാറ്റ് ഈസ് കോൾഡ് ഇൻഫണ്ടിബുലം. ദിസ് റീജിയൻ ഈസ് കോൾഡ് ഇൻഫണ്ടിബുലം. വീണ്ടും ദ ഓവം മൂവ്, ഇങ്ങനെ ഇത് മൂവ് ചെയ്യണം ഈ ഫെലോപ്പിയൻ ട്യൂബിൽ കൂടെ എവിടേക്ക്? ടുവേർഡ്സ് ദ യൂട്രസ്. അപ്പോൾ വെൻ ഇറ്റ് മൂവ് ത്രൂ, ഇവിടെ എത്തുമ്പോൾ ഈ ഇത്രയും റീജിയന്റെ പേരാണ് ആംപ്യൂള. ദിസ് ആംപ്യൂള റീജിയൻ. ഈ ആംപ്യൂള റീജിയന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ദ മോസ്റ്റ് പ്രോബബിൾ റീജിയൻ ഫോർ ഫെർട്ടിലൈസേഷൻ. ഇറ്റ് ഈസ് ദ മോസ്റ്റ് പ്രോബബിൾ റീജിയൻ ഫോർ ഫെർട്ടിലൈസേഷൻ. ദെൻ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക? ഇവിടെ സ്പേംസ് ഉണ്ടായിരിക്കണം, എങ്കിലാണ് ആ ഓവം ഫെർട്ടിലൈസ്ഡ് ആവുള്ളൂ. അതർവൈസ് ദാറ്റ് ഓവം മൂവ് അഗെയിൻ ഫോർവേഡ് ടുവേർഡ്സ് ദ യൂട്രസ്. ഇവിടെ സ്പേം ഉണ്ടെങ്കിൽ അത് ഫെർട്ടിലൈസ് ചെയ്തിട്ട് ഫെർട്ടിലൈസ്ഡ് ഓവായിട്ട് മൂവ് ചെയ്യും. സ്പേം ഇല്ലെങ്കിൽ അത് സാധാരണഗതിയിൽ ആ ഓവം ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്ത് ഇറങ്ങി വരും. അപ്പോൾ ദാറ്റ് ഈസ് ദ ആംപ്യൂള. അപ്പോൾ ഇൻഫണ്ടിബുലം കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് വരുന്ന പോർഷൻ ആംപ്യൂള. ആംപ്യൂള കഴിഞ്ഞാൽ പിന്നെ നോക്കൂ, ദാറ്റ് റീജിയൻ ഈസ് വെരി മച്ച് നാരോ പോർഷൻ ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ദ ഇസ്തുമസ്. Isthmus opens into the uterus. അപ്പോൾ which are the parts of fallopian tube എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ പാർട്സിനെ ഓർഡറിൽ എഴുതാൻ കിട്ടണം. അല്ലെങ്കിൽ മൂവ്മെന്റ് ഓഫ് ഓവം ഫ്രം ദ ഓവറി ടു ദ യൂട്രസ്, നെയിം ദ പാർട്സ് എന്നൊക്കെ പറഞ്ഞ് അത് വരാവുന്നതാണ്. ഇനി ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഈ ഡയഗ്രത്തിൽ നമുക്കൊന്നുകൂടി നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കാണാം ദാറ്റ് ഓവറി അല്ലേ, ഈ ഓവറിയിൽ നിന്നാണ് നമ്മുടെ ഓവം ഇതിനകത്തേക്ക് കടന്നത്. ഫിംബ്രിയെ അതിനെ കളക്ട് ചെയ്തു. ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ഈ വഴികളിൽ കൂടെ ഇസ്തുമസ് ഒക്കെ കടന്ന് ഇറ്റ് റീച്ച് ഇൻ ടു ദ യൂട്രസ്. ഇവിടെ നമുക്ക് കാണാം യൂട്രൈൻ്റെ അകത്തൊരു ക്യാവിറ്റി ഉണ്ട്. ഇറ്റ് ഈസ് അപ്പോൾ യൂട്രസ് എങ്ങനെയുള്ളതാണ്? ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് വോം ആൻഡ് ഇറ്റ്സ് ഷേപ്പ് ഈസ് എൻ ഇൻവേർട്ടഡ് പിയർ and is attached to the pelvic wall by ligaments. ഈ യൂട്രൈൻ ക്യാവിറ്റി, യൂട്രസും പെൽവിക് ക്യാവിറ്റിയിലേക്ക് ലിഗമെന്റ് വഴി അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. കണ്ടില്ലേ, ഇതിൻ്റെ അകത്ത് ഒരു സ്പേസ് ആണ്. അത് വന്നിട്ട് ഓപ്പൺസ് ഇൻ ടു, കണ്ട അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിങ്ങിന്റെ പേര് സെർവിക്സ് എന്നാണ്. ഇതിൽ കൂടെ ഒരു കനാൽ പോലെ നമുക്ക് അതിനെ കാണാം. അപ്പൊ അതിന്റെ പേര് സെർവിക്കൽ കനാൽ എന്നാണ്. ഇറ്റ് ഓപ്പൺസ് ഇൻ ടു എ സ്പേസ്. നമ്മൾ നേരത്തെ പറഞ്ഞ വെജൈന ഇവിടെയും കാണാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഷേപ്പ് ഓഫ് യൂട്രസ് ഈസ് ഇൻവേർട്ടഡ് പിയർ ആൻഡ് യൂട്രൈൻ ലെയർ. ഇവിടെ നമുക്കൊരു 3 ലെയേഴ്സിന്റെ പേര് കൂടി പഠിക്കാണ്ടേ. യൂട്രൈൻ ലെയേഴ്സ്, ദ വാൾ ഓഫ് യൂട്രസ്. കണ്ടിട്ട് ഇത്രയും കനുള്ള ഈ ഒരു പോർഷൻ ഡിവൈഡഡ് ഇൻ ടു 3 റീജിയൻസ്. ഏതൊക്കെയാണ്? പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം. ഇതിൽ പെരിമെട്രിയം എന്ന് പറയുന്നത് ഏറ്റവും പുറമെയുള്ള ഈ ലെയറാണ് പെരിമെട്രിയം. ഇത് അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയറാണ്. തിൻ മെംബ്രെയിനസ് കവറിങ് ഈസ് ദ പെരിമെട്രിയം. ഇറ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ. അത് അതിൻ്റെ കവറിങ് ലെയറാണ്. ഇതിൻ്റെ താഴെ കാണുന്ന കുറച്ച് ഏരിയ കാണില്ലേ, ഇത്രയും ഭാഗം, ഈ ഏരിയയാണ് എന്ത് പറയാ, മസിൽ ലെയറാണ്. അതുകൊണ്ട് അതിൻ്റെ പേരെന്തായിരിക്കും? മയോമെട്രിയം. ഇറ്റ് ഈസ് കോൾഡ് മയോമെട്രിയം. മയോമെട്രിയം എന്തിനായിരിക്കും? അതിൻ്റെ ഒരു കൺട്രാക്ഷൻ. ഈ യൂട്രസ് കൺട്രാക്ട് ചെയ്യണമല്ലോ പല കാര്യങ്ങൾക്ക്. അതായത് മെൻസ്ട്രൽ പീരീഡിൽ ഇതിലുള്ള ഓവർഗ്രോൺ ടിഷ്യൂസ് ഒക്കെ പുറത്തേക്ക് കളയാൻ ഇതിനൊരു കൺട്രാക്ഷൻ ഉണ്ടാവും. എസ്പെഷ്യലി ഫോർ ചൈൽഡ് ബർത്ത് അല്ലേ. പാർട്ടൂറിജിൻ്റെ സമയത്ത് യൂട്രസ് ഷോ മെനി കൺട്രാക്ഷൻസ്. അപ്പോൾ യൂട്രൈൻ കൺട്രാക്ഷൻസ് വഴിയാണ് ആ ഒരു പ്രക്രിയ നടക്കണേന്ന് നമുക്കറിയാം. അപ്പോൾ യൂട്രൈൻ കൺട്രാക്ഷൻസ് നടത്താൻ ഹെൽപ്പ് ചെയ്യുന്ന യൂട്രൈൻ വാൾ ഏതാ? മയോമെട്രിയം. പിന്നെ ഇന്നർമോസ്റ്റ് ലെയർ കണ്ടില്ലേ, ഈ ഇന്നർമോസ്റ്റ് ലെയർ, ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ, ദാറ്റ് ഈസ് ദ എൻഡോമെട്രിയം.
That endometrium, അത് ഒരു glandular epithelial tissue part ആണ് endometrium. It into this the embryo get attached. Implantation നടക്കുന്ന ഈ region ഇവിടെയാണ്. ഈ എൻഡോമെട്രിയത്തിലാണ് ഇംപ്ലാന്റേഷൻ നടക്കുക. അതുപോലെ തന്നെ മെൻസ്ട്രേഷൻ്റെ സമയത്ത് ധാരാളം ഫ്രീക്വൻറ്റ് ചേഞ്ചസ് ഒക്കെ ഇൻ ദ മെൻസ്ട്രൽ സൈക്കിൾ. ഇൻ വിച്ച് ലെയർ? ഇതിലേത് ലെയറിലെ ചോദിക്കുക? ദാറ്റ് ഈസ് ഇൻ എൻഡോമെട്രിയം. Then endometrium, then that the uterus again opens into this cavity space called vagina. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗറും കൂടി നോക്കാം. ഇത് നമുക്ക് നല്ല ഭംഗിയായിട്ടെല്ലാം മനസ്സിലാക്കുന്നതാണ്. ഓവറിനെ കണ്ടില്ലേ, ഫെലോപ്പിയൻ ട്യൂബ് കണ്ടു. Again it is opens into the uterus. അപ്പോൾ യൂട്രസിൻ്റെ അകത്തുനിന്ന് there is an opening called the vagina. ഇത്രയും വെജൈനനെ നമുക്ക് ബർത്ത് കനാൽ എന്ന് പറയാം. ത്രൂ വിച്ച് ദ fetus, grown fetus pass out. In the last portion, you know, that is the external genitalia. External genitalia consists of, നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, mons pubis, ഒരു upper portion, a cushion like region where pubic hairs are present, that is mons pubis. പിന്നെ നമ്മൾ പറഞ്ഞു വെജൈന ഓപ്പൺസ് അല്ലേ. ആ വെജൈന ഓപ്പണിങ്ങിൽ അതിനെ കവർ ചെയ്തിട്ട് തൊട്ടടുത്ത് തന്നെ അതിനെ കവർ ചെയ്ത് കാണുന്ന ഒരു പോർഷനാണ് ലേബിയ മൈനോറ. അതിൻ്റെ മുകളിലായിട്ട് അതിനെയും കവർ ചെയ്ത് കാണുന്ന ഒരു സ്കിൻ ഫ്ലഷി ഫോൾഡാണ് ലേബിയ മേജോറ. ദി സ്കിൻ ഫോൾഡ് ഈസ് കോൾഡ് ലേബിയ മേജോറ. ഇനി ലേബിയ മൈനോറ രണ്ട് സ്കിൻ ഫോൾഡ് ആൻഡ് ദ അപ്പർ റീജിയൻ ഇറ്റ് ഈസ് ജോയിൻ ടു എ ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ ദാറ്റ് ഈസ് കോൾഡ് ദ ക്ലിറ്റോറിസ്. ആൻഡ് the hymen, one more thing, the hymen, അത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല. It is a membranous structure which protect the vagina, and it often denature during first sexual intercourse എന്നാണ് സാധാരണ പറയുക. അപ്പോൾ അതുവരെ ഹൈമൻ ഇൻ ഫസ്റ്റ് സെക്ഷൽ ഇന്റർകോഴ്സിൽ ഡീനാച്ചർ ചെയ്യും. പക്ഷേ ഇറ്റ് കനോട്ട് അഡോപ്റ്റ് ആസ് എ റിലയബിൾ ഇൻഡിക്കേറ്റർ ഓഫ് വെർജിനിറ്റി. അപ്പോൾ സെക്ഷൽ ഇന്റർകോഴ്സിൻ്റെ ഒരു വെർജിനിറ്റിയുടെ ഒരു ഇൻഡിക്കേറ്ററായിട്ട് അതിനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നും പറയും. എന്താ കാരണം? ഇറ്റ് മേ ബ്രോക്കൺ ബൈ സഡൻ ഫാൾ, അല്ലെങ്കിൽ ഹോഴ്സ് ബാക്ക് റൈഡിങ് ഓർ സൈക്ലിംഗ്, അങ്ങനത്തെ ചില എക്സർസൈസ് ഒക്കെ വഴി ചിലപ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് എ റിലയബിൾ ഇൻഡിക്കേറ്റർ ഓഫ് വെർജിനിറ്റി. ഇത്രയൊക്കെയാണ് നമ്മൾ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് പഠിച്ചത്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് നോക്കാം. ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ്സ് ഓഫ് ഓവറി. ഓവറിയാണ് അതിൻ്റെ പ്രധാന പ്രൈമറി ഓർഗൻ. ഈ ഉണ്ടായ ഓവം അവിടെ നിന്ന് ഫെലോപ്പിയൻ ട്യൂബ് വഴി ഫെർട്ടിലൈസേഷനൊക്കെ കഴിഞ്ഞ് അതെവിടെ എത്തണം? ഈ യൂട്രസിലെത്തും. അങ്ങനെ അവിടെ ഇരുന്ന് വലുതാകുന്ന എംബ്രിയോ ഈ വജൈന വഴിയാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പം ഇത്രയും ഭാഗമാണ് പ്രധാനമായിട്ട് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പ്രധാന വഴികൾ. അപ്പം ഇതിനോട് ചേർന്ന് നമ്മൾ കാര്യം ഒന്ന് ആലോചിക്കേണ്ട എന്താ അറിയുക? അതിനോട് തൊട്ട് ചേർന്നൊരു ഓപ്പണിംഗ് ഉണ്ട്. ഈ ഓപ്പണിങ്ങിൻ്റെ പേരെന്താ? ഇതാണ് യൂറിറ്റർ, യൂറിത്ര, യൂറിനറി ബ്ലാഡറി എന്നുള്ള ഓപ്പണിംഗ് ഈ യൂറിത്ര. ഈ യൂറിത്ര, അപ്പോൾ യൂറിത്ര അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ആരെ കാണുക? വെജൈനൽ ഓപ്പണിംഗ് കാണുക. അതിൻ്റെയും താഴെയായിട്ടാണ് എന്ത് കാണുക? എയ്നൽ ഓപ്പണിംഗ് കാണുക. അതായത് നമ്മുടെ ഇൻറ്റസ്റ്റൈൻ ഓപ്പൺ ചെയ്യുന്ന പോർഷനാണ്. ഇപ്പോൾ സാധാരണ വാഷ് ചെയ്യുമ്പോൾ ഒക്കെ പറയും ഫ്രണ്ടിൽ നിന്ന് വാഷ് ചെയ്യണം, വെള്ളം ഒഴിച്ച് വാഷ് ചെയ്യണം എന്ന് പറയും. ഇല്ലെങ്കിൽ ഈ എയ്നൽ റീജിയനിൽ നിന്നൊക്കെ ഉള്ള വേസ്റ്റൊക്കെ നമ്മളുടെ ഈ ഒരു ഭാഗങ്ങളിലേക്ക് കടക്കാനായിട്ട് സാധ്യതയുണ്ട് എന്നൊക്കെ പറയും. അപ്പം വളരെ ശ്രദ്ധിച്ച് പരിപാലിക്കേണ്ട അവയവങ്ങളാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടത്. കാരണം ഒരു തലമുറയെ കൊണ്ടു നടക്കേണ്ട അവയവമാണ് യൂട്രസ്.
ഇത് മാത്രമല്ല ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗം, വിച്ച് ഈസ് ദാറ്റ് വൺ, ഒരു സെക്കൻഡറി സെക്സ് ഓർഗനിൽ പെട്ട ഒന്നാണ് ദ മെമ്മറി ഗ്ലാൻഡ്. മെമ്മറി ഗ്ലാൻഡ് എന്തിനാ? സെക്രീറ്റിംഗ് മിൽക്ക് അല്ലേ, ഉണ്ടായ കുഞ്ഞിന് പാല് കൊടുത്ത് വളർത്തണമെങ്കിൽ മെമ്മറി ഗ്ലാൻഡ് വേണം. അപ്പോൾ മെമ്മറി ഗ്ലാൻഡ് എന്താ? ദേ ആർ പെയ്ഡ് ഗ്ലാൻഡുലാർ, മെയ്ഡ് ഓഫ് ഗ്ലാൻഡ്സ്. കാരണം ഗ്ലാൻഡ് എന്താ? സെക്രീറ്റിംഗ് ടിഷ്യൂ ആണ് ഗ്ലാൻഡ്. ആൻഡ് വിത്ത് വേരിയബിൾ ഫാറ്റ്സ്, അതിൽ ഫാറ്റിൻ്റെ അളവ് ഡിഫറെൻ്റ് ആയിരിക്കാം പല ആളുകളിൽ എന്നാണ്. അപ്പോൾ ദാറ്റ് ഗ്ലാൻഡുലാർ ടിഷ്യൂ വിച്ച് സെക്രീറ്റ് മിൽക്ക്, ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ആസ് ലോബ്സ്. അതിങ്ങനെ ലൊബ്യൂളായിട്ടാണ് കാണാനായിട്ട് സാധിക്കുക. ഒരു 50 to 20 മെമ്മറി ലോബ്സ് കാണും ഓരോ മെമ്മറി ഗ്ലാൻഡിലും. അപ്പോൾ ആ ലോബ്സിൽ, ഓരോ ലോബിലും കുറേയധികം സെല്ലുകൾ കാണും, ക്ലസ്റ്റർ ഓഫ് സെൽസ് പ്രസന്റ്. ദാറ്റ് ക്ലസ്റ്റർ ഓഫ് സെൽസ് ആർ കോൾഡ് ആൽവിയോളൈ. That cluster of cells present in memory lobes is called alveoli. What are alveoli? Alveoli secrete milk. Milk secreting cells present in memory gland. That is alveoli. And alveoli secrete ചെയ്യുന്ന മിൽക്ക് കടന്നു വരുന്ന വഴികൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും പരീക്ഷയ്ക്കൊക്കെ ചോദിക്കേണ്ടതാണ്. ദീസ് ആർ ദ ആൽവിയോളൈ. കണ്ടില്ലേ ഇങ്ങനെ കുറേ ബൾജ്ഡ് പോർഷൻസ് പോലെ കാണുന്ന ആൽവിയോളൈ സെക്രീറ്റ് മിൽക്ക്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ ഡക്റ്റുകൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. ആ ഡക്റ്റുകൾ ഇങ്ങനെ വന്നിട്ട് ദേ ആർ ഓപ്പൺസ് ത്രൂ ദ നിപ്പിൾ എന്നതിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഡക്റ്റുകളെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതപ്പോൾ ഇവിടെ ഈ ടിഷ്യൂ നമ്മുടെ രണ്ട് ഫ്രണ്ട് ആൻഡ് സൈഡ് വ്യൂ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഈ ഫാറ്റി ടിഷ്യൂ. ആ ലെയർ കഴിഞ്ഞ്, ഈ സ്കിൻ ലെയർ കഴിഞ്ഞ ഫാറ്റി ടിഷ്യൂ ലെയർ കാണാം. അത് കഴിഞ്ഞാൽ അതിനകത്ത് ആൽവിയോളെ കാണാം, ലോബ്സ് അല്ലേ, മെമ്മറി ലോബ്യൂൾ. അതിനകത്താണ് ആൽവിയോളെ ഉള്ളത്. ആൽവിയോളയുടെ ഉള്ളിൽ നിന്ന് മിൽക്ക് സെക്രീറ്റ് ചെയ്ത മിൽക്ക് ഇറ്റ് പാസസ് ത്രൂ ദ ഡക്റ്റ്. ആ ഡക്റ്റ് എല്ലാം വീണ്ടും യോജിച്ച് വലിയ ഡക്റ്റായിട്ട് ആൻഡ് ഫൈനലി ഇറ്റ് ഓപ്പൺസ് ഇൻ ടു ദ നിപ്പിൾ. ഇവിടെ ഒന്നുകൂടി അത് കൃത്യമായിട്ട് കാണും. വിത്ത് ആർ ദ പാർട്സ് ത്രൂ വിച്ച് ദ മിൽക്ക് സെക്രീറ്റ് ആൻഡ് പാസസ് ത്രൂ ഡിഫറെൻ്റ് ഏരിയാസ്. ഏതൊക്കെയാണ്? ദാറ്റ് ഈസ് ദ ആൽവിയോളെ. ഇതാണ് കേട്ടോ ആ ഓർഡർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഓർഡർ. അപ്പം ആൽവിയോളെ, ദീസ് ആർ ദ ലോബ്യൂൾസ്. ഈ ലോബ്യൂൾസിൽ എന്തുണ്ട്? ആൽവിയോൾസ് ഉണ്ട്. ദീസ് ആൽവിയോളെ സെക്രീറ്റ് മിൽക്ക്. ആ മിൽക്ക് പാസ് ത്രൂ ദ ഡക്റ്റ്. ഏത് ഡക്റ്റിലേക്ക് കിടക്കും? മെമ്മറി ട്യൂബ്യൂളിലേക്ക് കിടക്കും. ഈ ചെറിയ ഡക്റ്റിൻ്റെ പേര് മെമ്മറി ട്യൂബ്യൂൾസ് എന്നാണ്. മെനി മെമ്മറി ട്യൂബ്യൂൾസ് ആർ ജോയിൻ ടുഗദർ ആൻഡ് ഫോമിങ് ദ മെമ്മറി ഡക്റ്റ്. പിന്നെന്താ ഇതിൻ്റെ പേര്? മെമ്മറി ഡക്റ്റ്. മെമ്മറി ഡക്റ്റ് ഓപ്പൺസ് ഇൻ ടു എ വൈഡർ റീജിയൻ. അപ്പോൾ ഇതിൻ്റെ പേരെന്താ? ആംപ്യൂള. ദിസ് റീജിയൻ ഈസ് കോൾഡ് ആംപ്യൂള. മെനി ആംപ്യൂള, കണ്ട ഡിഫറെൻ്റ് ആംപ്യൂള opens into a common portion. അതിൻ്റെ പേരെന്താ? lactiferous duct. And that lactiferous duct opens out through nipple. അപ്പോൾ നമുക്ക് ഈ ഓർഡർ അങ്ങനെ തന്നെ പറയാൻ എളുപ്പമല്ലേ? ഇത് അമ്മ നോർത്ത ആദ്യത്തെ 4 കിട്ടും, പിന്നെ 2 ഓർക്കുക. അപ്പോൾ ദീസ് ആർ ദ സ്റ്റെപ്സ് ഓഫ് മൂവ്മെന്റ് ഓഫ് മിൽക്ക്. Then, thus we study about the female reproductive system.